ഉണ്ട് അണ്ണാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന് എനിക്കറിയത്തില്ലടാ. പോകാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് പോവാം, നെഞ്ചി വിരിച്ച് തന്നെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. ആക്ച്വലി ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വനിതാ സെല്ലിൽ പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞത് രണ്ട് കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇപ്പോൾ വീട്ടിലാണ് കേട്ടോ, ജയിലിനകത്തല്ല. ആവുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കാം. ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒഫീഷ്യലായിട്ടൊരു വാർത്ത വന്നു. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി, കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും സന്തോഷം. അപ്പോൾ കേസിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അമ്മയെയും പെങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നു. അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ, അതായത് ഈ 3 വകുപ്പാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് അപകീർത്തിപ്പെടുത്തൽ ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീൽ ചെയ്യാം. ഞാൻ ആദ്യത്തെ വീഡിയോ ഇടാത്തത്, അതായത് ആദ്യത്തെ എൻ്റെ വീഡിയോ ഇടാത്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞത്, മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ള ഒരു സാധനം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളത് അത് ഞാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഔട്ടായെന്നുള്ളത് പറഞ്ഞു. അപ്പോഴത്തേക്കും വീട്ടുകാർ ആ സംഭവം വെച്ചിട്ട് കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് ഓഡിയോസും വീഡിയോസും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്, അല്ലെ ഓഡിയോസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എക്സ്പ്ലനേഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു മറുപടി ഉണ്ട്. പിന്നെ ഈ വീഡിയോയിൽ അവൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, ഞാൻ ഏത് രീതിയിലും ഉണ്ടെങ്കിൽ അത് നേരിടാൻ വേണ്ടി തയ്യാറാണ്, പിന്നെ അപകീർത്തിപ്പെടുത്തിയൊന്നുമില്ല, ഞാൻ എനിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അപകീർത്തിപ്പെടുത്തിയത് തന്നെയാണ്. അനിയത്തി പറ്റി പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാര്യമാണ്. വീട്ടിൽ നിന്ന് എങ്ങും ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക, അവിടുന്ന് വേറൊരു ലൈനെ കോൾ ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം വേറെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവനുണ്ടെങ്കിൽ ആ സ്വന്തം അനിയത്തിയെ പറ്റി ഇങ്ങനത്തെ ഉള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ കറക്റ്റുള്ള കാര്യമില്ല. പിന്നെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു, അവനുണ്ടെങ്കിൽ സഹോദരി അടിക്കാൻ പോകുന്നപ്പോൾ രീതിയിലുള്ള ഒരു വീഡിയോ. സോ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അവനുണ്ടെങ്കിൽ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുള്ള കാര്യം അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. അതേ കണക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇടുന്നതും പറഞ്ഞുകൊണ്ടെങ്കിൽ അവന് വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയുന്ന അമ്മയെ പറ്റിയും സഹോദരിയെ പറ്റിയും മോശമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇതേ കണക്ക് കേസ് എടുക്കുകയും പിന്നുണ്ടെങ്കിൽ അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് ഇതേ കണക്ക് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ വിട്ട് കളയാൻ താല്പര്യമില്ല. രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഉണ്ടെങ്കിൽ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിലിൽ പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ കേസ് പോകുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഫാമിലിയാണ്, തീർച്ചയായിട്ടും ചിലപ്പോൾ ഉണ്ടെങ്കിൽ അവൻ കരഞ്ഞു പറഞ്ഞാൽ അത് തീരുന്ന ഒരു വിഷയമുള്ളതായിരിക്കും. പക്ഷേ അവനുണ്ടെങ്കിൽ ഭയങ്കര ഈഗോ ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.